ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് ഞാനും വല്ല ബന്ധക്കാരുണ്ട്, പിന്നെ അവിടുന്ന് നഴ്സുമാരുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോഴത്തെ പറഞ്ഞാൽ ഒരു 70% ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രതീക്ഷ വേണ്ടെന്നുള്ളത്. ഈ സംഘർഷം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ ബന്റെ ഒരു വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ് വീട്ടിൽ കൊണ്ടാക്കുന്നത്. എങ്ങനെ പുറമെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അടിന്റെ വെയിറ്റ് കൊണ്ടാണ്, തലന്റെ പുറഭാഗത്താണ് അടി വന്നത്. അത് ഒന്നുകിൽ ഡോക്ടർ പറയുന്നത് ഇത്രയും വെയിറ്റുള്ള ഒരാൾ അടിച്ച അടിയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ആയുധമല്ലാത്ത എന്തെങ്കിലും ഉണ്ടല്ലോ, ഈ കുറുതായിട്ടുള്ള സാധനങ്ങൾ, അതുകൊണ്ടുള്ള അടിയാണെന്നുള്ളത്. അപ്പൊ ആ അന്വേഷണത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത്, ഇങ്ങനെ സാധനമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ കിട്ടിയ അടിസ്ഥാനത്തിൽ അത് പോലീസ് എന്തോ സാധനം വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. ഇല്ലല്ല, ബോധമല്ല. പറയുന്നത് കണ്ണിന് പരിക്കുണ്ട്. കണ്ണിന് പരിക്കുണ്ട്. കണ്ണൊന്നും തീർന്നപ്പം തന്നെ തുറന്നിട്ടില്ല. കണ്ണിന് പരിക്കുണ്ട്. പിന്നെ തലന്റെ ഈ ഭാഗത്ത് പൊട്ടലുണ്ട്. തലന്റെ പുറകിലുള്ള ഇതുണ്ട്. പുറത്തൊന്നും കാണാനില്ല. പുറത്തൊരു എന്തോ ഒരു തൊലിന്റെ ഇതുപോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കണ്ണിങ്ങനെ പൂടിയിട്ട് തന്നെ ഉള്ളത്. ആ സമയത്ത് തന്നെ കണ്ണ് തുറക്കുന്നൊന്നും അതൊന്നും അനങ്ങുന്നൊന്നുമില്ല. നമ്മൾ ഒരു അക്ഷരം മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല, പറ്റിയില്ല. ആ സമയത്ത് ഒരു അക്ഷരം സംസാരിച്ച ഒന്നും ഡോക്ടർ പലതും ഇങ്ങനെ തട്ടി ചോദിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. കൊണ്ടുവരുമ്പോൾ തന്നെ ബോധം അപ്പം തന്നെ, അതായത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഏകദേശം പിന്നെ ബോധം ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ ബോധം പോയിട്ടുണ്ട്.